ഹലോ ഗൈസ്, അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ എങ്ങനെ എത്രയും പെട്ടെന്ന് ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ വാച്ച് അവർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ബിഗിനർ ആയിട്ടുള്ള നിങ്ങളിപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ 1000 സബ്സ്ക്രൈബർ വരെ തികച്ചില്ലാത്ത ഒരാളായിരുന്നു ഞാൻ, സത്യം പറയാമല്ലോ. ഇപ്പൊ എനിക്ക് 5000 അല്ല, 6000 അല്ല, 7000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതെങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി. പിന്നെ നമ്മുടെ ചെയ്ത ഒരു വീഡിയോ, ഒരേ ഒരു വീഡിയോ ആണ് വൈറലായിട്ടുള്ളത്. അത് 2.5 മില്യണോളം ആൾക്കാർ വ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്, റീമിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്ക് വാങ്ങുക എന്നുള്ള കാര്യമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ബിഗിനർ ആയ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പൈസയുടെ മൈക്കൊന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഇതാ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മൈക്ക് ഉണ്ടല്ലോ, ഇത് പോട്രോണിക്സിന്റെ -7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇത് ജസ്റ്റ് 700 അത്രയേ ഉള്ളൂ, 800 ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന മൈക്കാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. കാരണം വോയിസ് ക്ലാരിറ്റി ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു എന്താ പറയാ, എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക വെച്ചാൽ ഈ വോയിസ് നമ്മൾ ചെയ്യുന്ന ഷോർട്സിനായി കഴിഞ്ഞാൽ ലോങ് വീഡിയോസിനായി കഴിഞ്ഞാൽ നല്ല വോയിസ് ക്ലാരിറ്റി വേണം. ആ വോയിസ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ചില ആളുകൾ അവരുടെ മൊബൈലായിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ചില ആളുകൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മൈക്കുകൾ വാങ്ങിക്കും, ചില ആളുകൾ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള മിഡിൽ ലെവലിലുള്ള കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ചില നോർമൽ മൈക്കുകൾ. അപ്പൊ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പോട്രോണിക്സിന്റെ -7 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്കാണ്. ഇതാണ് വയർലെസ് മൈക്കാണ്, ഇതാണ് ആ മൈക്ക്, പോട്രോണിക്സിന്റെ -7. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ വീഡിയോ ഇനി വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, മൈക്ക് നല്ലൊരു അത്യാവശ്യം നല്ല വോയിസ് ക്ലാരിറ്റി തരുന്ന ഒരു മൈക്ക് നമ്മൾ കൊണ്ടുവരിക അല്ലെങ്കിൽ വാങ്ങുക എന്നുള്ള കാര്യം. നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു നല്ല മൈക്ക് തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മൈക്ക് ഉണ്ട് ഞാൻ പറഞ്ഞത്, അത് നോയിസ് ക്യാൻസലേഷൻ വരുന്ന പോട്രോണിക്സിന്റെ -7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. നല്ലൊരു മൈക്കാണ്. ലൊക്കേഷൻ, നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾ നമ്മൾ ഏത് ലൊക്കേഷനിൽ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആദ്യമേ അത് മൈക്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം ആ ലൊക്കേഷൻ നമ്മൾ അവിടെ ആ ലൊക്കേഷനിൽ പോയിട്ട് ബാക്കിയുള്ള ക്യാമറ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. ക്യാമറ നമ്മളിപ്പോ ഒരു യൂട്യൂബ് ബിഗിനർ ആണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഇപ്പൊ ഒരു ക്യാമറ വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിന്ന് വരില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നല്ല ഒരു ക്യാമറ ക്ലാരിറ്റി തരുന്ന ഒരു മൊബൈൽ വാങ്ങിക്കുക എന്നുള്ളത്. ഞാൻ എടുത്ത എൻ്റെ മിക്ക വീഡിയോസ് എൻ്റെ മൊബൈലിൽ തന്നെയാണ് എടുത്തത്. ഞാൻ ക്യാമറ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. കാരണം എൻ്റെ ഫോൺ യൂസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതും ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ക്ലാരിറ്റി ഉള്ള ക്യാമറ മൊബൈല് നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അവർക്ക് അത് കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവണമല്ലോ. നമ്മളിപ്പോ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയും ഒരു നല്ലൊരു കളർ ടിവി കാണുന്ന തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ. അതേപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് ഒരാൾ കണ്ടെന്ന് വരില്ല. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇപ്പൊ പറയാൻ പോകുന്ന ഈ കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടന്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ടന്റ് നമ്മളിപ്പോ എല്ലാവരും ഷോർട്സ് ഒക്കെ കാണുന്ന ആൾക്കാരാണ് യൂട്യൂബിൽ. അപ്പൊ ഈ കണ്ടന്റ് എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കണ്ടന്റ് നമ്മൾ ബാക്കിയുള്ള അധികം ആൾക്കാരും ബാക്കിയുള്ളത് ഞാനടക്കം ബാക്കിയുള്ളവരുടെ നോക്കിയിട്ട് കോപ്പി ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ട് അത് ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് പതിവ്. പക്ഷെ അതല്ലാണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് അതിന് കൂടുതലായിട്ടുള്ള വ്യൂസ് കാര്യങ്ങൾ ഇത് കിട്ടുക. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത്തതില് മൈക്കായി, പിന്നെ ലൊക്കേഷനായി, സൗണ്ട് ക്വാളിറ്റി ആയി, ക്യാമറയായി, കണ്ടന്റായി, ഈ കാര്യങ്ങളൊക്കെ കൂടിച്ചേർന്ന് കഴിഞ്ഞാലാണ് നല്ലൊരു വീഡിയോ ഉണ്ടാവുക. അപ്പൊ ഈ നല്ലൊരു വീഡിയോ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ആ നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ ആ നല്ലൊരു കണ്ടന്റിനെ കാണാൻ വേണ്ടി ശ്രമിക്കും. കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോസിലുള്ള വ്യൂസ് കൂടുതലാവുകയും ചെയ്യും. കൂടെ തന്നെ നമ്മുടെ വാച്ച് അവർ
അത് കൂടുതലായി 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ യൂട്യൂബ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു യൂട്യൂബ് പോളിസി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ ആവാനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ഉടനെ മോണിറ്റൈസേഷൻ ആയി നമുക്ക് ഏർണിങ്സ് വരാൻ സ്റ്റാർട്ടായി അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാല് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഷോർട്സിലാണ്. ഗൈസ്, അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിന്റെ പാർട്ണർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും തന്നെ എനിക്ക് പറയാൻ വേണ്ടി. ഞാനും ഇപ്പൊ ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഞാനിപ്പോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ട് അതുപോലത്തെ നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നല്ല ഒരു മൈക്ക് അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ അല്ലെങ്കിൽ നല്ല ലൊക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല കണ്ടന്റുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ വീഡിയോസിന് നല്ല വ്യൂസും വരും, നല്ല വാച്ച് അവർ കൂടുകയും ചെയ്യും. നിങ്ങളുടെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയിട്ട് നിങ്ങൾക്ക് ഏർണിങ്സ് വരാൻ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ഇപ്പോൾ ഏർണിങ്സ് വരാൻ സ്റ്റാർട്ട് ആവുന്ന പറയുമ്പോൾ എനിക്ക് ഏർണിങ്സ് വന്നതെന്നല്ല അതിൻ്റെ അർത്ഥം, എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ നിന്ന് ജസ്റ്റ് ജീവനായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ യൂട്യൂബ് പറയുന്നത് ഇതിലാണ്, കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ ചെയ്യുന്നത് നല്ല 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 വീഡിയോസ് ആണ്, അപ്പൊ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവും എന്നുള്ള ഇതിലാണ് ആ മെസ്സേജിൽ പറയുന്നത്. ഗൈസ്, അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് എന്താ പറയാ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ്. സ്ട്രെയിൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം ഇല്ലാത്ത സമയത്ത് നമ്മുടെ സമയമില്ലാത്ത സമയം ഉണ്ടാക്കി ചെയ്യാന്നൊക്കെ പറയുന്നത്, നമ്മളായിട്ട് ഒരു സമയം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ വൈഫും കൂടെ നമ്മള് എന്താ പറയാ നമുക്ക് സമയം വളരെ കുറവാണ്, എങ്കിൽ കൂടെ യൂട്യൂബിന് വേണ്ടി സമയം മാറ്റി വെച്ചിട്ട് ആ ഒരു സമയത്ത് വീഡിയോസ് എടുത്തിട്ട് അത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് അതിനുശേഷം അത് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടാറില്ല. നമ്മള് ഒരു 2 ദിവസം വിട്ടിട്ടോ അല്ലെങ്കിൽ 3 ദിവസം വിട്ടിട്ടോ അങ്ങനെയൊക്കെയാണ് യൂട്യൂബില് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു ലോങ് വീഡിയോ ഇടണം. പിന്നെ കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഏർണിങ്സ് വരാൻ തുടങ്ങിയോ, 7000 സബ്സ്ക്രൈബർ ആവാറായില്ലേ, പിന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ലേ, എന്തുകൊണ്ടാണ് വരാത്തത്? അപ്പൊ അങ്ങനെ ഈ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാർക്ക് മറുപടി പറയാന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമുക്കിപ്പോ ഏർണിങ്സ് വന്നു തുടങ്ങുന്നുള്ള കാര്യം. പക്ഷെ ഏർണിങ്സ് വരണമെങ്കിൽ ഇനി ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജുകളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ പോളിസി എന്നുള്ള ക്രൈറ്റീരിയ യൂട്യൂബ് അപ്രൂവ് ചെയ്തിട്ട് നമ്മളെ യൂട്യൂബ് പാർട്ണർ ആക്കിയിട്ട് കൊണ്ടുവരുന്നു. അതിനൊക്കെ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ, ഈ മൈക്ക് കാര്യങ്ങൾ. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് യൂട്യൂബില് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വൈകിട്ടില്ല, എത്രയും പെട്ടെന്ന് തന്നെ യൂട്യൂബിലേക്ക് വരിക. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പുറത്തേക്ക് എടുക്കുക. നിങ്ങൾക്ക് എന്താണോ കഴിവ്, ചിത്രം വരക്കുന്നതായിക്കോട്ടെ, വീഡിയോ ക്രിയേഷൻ ആയിക്കോട്ടെ, വ്ളോഗിങ് ആയിക്കോട്ടെ, എന്താണോ അതുള്ളത് എടുക്കുക. നമ്മളത് നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം യൂട്യൂബിൽ ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നമ്മൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു തേനീച്ച കഥ എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിചാരിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെ ഒരു ഇതുണ്ടാവും എന്നുള്ള കാര്യം. ഇത്രയും ഒരു 2.5 മില്യൺ എന്ന് പറയുന്ന അത്രയും ഒരു റീച്ചിലേക്ക് എത്തുന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. നമ്മൾ പക്ഷെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അതേപോലെ തന്നെ ഇതുവരെ ചെയ്ത വീഡിയോസും നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. ടൈം ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാവരുടെ അവസ്ഥ അങ്ങനെയാണ്, ടൈം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഇങ്ങനെ നമുക്ക് അത്ര വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യേണ്ട ടൈമൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ അതിനുള്ള ടൈം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുവെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് ആ ഒരു വീഡിയോനകത്ത് നിന്ന് കാണാൻ വേണ്ടി പറ്റും. എനിക്ക് ഉണ്ടായ ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമായിരുന്നു. കാരണം അതിനകത്ത് വരുന്ന കമന്റുകൾ കാണുന്നതും പിന്നെ ലൈക്കുകൾ കാണുന്നതും, അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫോണിൽ നോക്കാൻ വേണ്ടി പറ്റില്ല, അത്രയും ലൈക്കുകളും കമന്റുകളും കൊണ്ട് കളിയായിരുന്നു. അപ്പൊ നമുക്ക്
നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് വേറെ എന്താണല്ലോ നിങ്ങൾ പറയും. നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാല് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതാണ്. കാരണം 1000 സബ്സ്ക്രൈബർ വരെ ഇല്ലാണ്ട് എന്റെ ഒരു ചാനൽ 800 900 അത്രയും എങ്ങനെ ഉണ്ടായിട്ടില്ല. എന്റെ ആ ഒരു ചാനലില് ആ ഒരു വീഡിയോ വന്നതിന് ശേഷം 4000 അല്ലെങ്കിൽ 5000 അതിന്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് ആണ് അതിനകത്ത് ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം വന്നിട്ടുള്ളത്. അത് നമുക്ക് YT സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങള് ഞാൻ പറയുന്നത് ഇനിയിപ്പോ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും വേഗം തന്നെ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ വീഡിയോസുകളും വ്ളോഗുകളും കാര്യങ്ങളും കണ്ടന്റ് ക്രിയേഷനും എല്ലാം ചെയ്തിട്ട് യൂട്യൂബിൽ നല്ലൊരു പാർട്ണറായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു.